പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടും എളിമയോടും കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കാനും നമ്മുടെ കുറവുകളെ ഓർത്ത് അനുദപിച്ച് എളിമപ്പെട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. 4-5 ദിവസം അഡ്മിറ്റഡ് ആയിരുന്നു. നടുവേദന ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ പനി, ഇൻഫെക്ഷൻ കുറെ കൂടിപ്പോയി. ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഇന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ മുടങ്ങാതെയൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ചിലരുടെ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഒത്തിരിയേറെ എന്താ പറയുക, ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ വേദനകളും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവിന്റെ കൃപ നമുക്ക് കൂടുതൽ ലഭിക്കുന്ന സമയമാണ്. അതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ മേഖല, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒത്തിരി മക്കള് പല പല പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. JNUയിലും മറ്റ് OET, ജർമ്മൻ, അല്ലെങ്കിൽ ഒത്തിരിയേറെ ACCA, CA, അങ്ങനെ ഒത്തിരിയേറെ വലിയ വലിയ പരീക്ഷകൾ എഴുതുന്ന സമയങ്ങളാണ് ഈ സമയത്ത്. ഒത്തിരിയേറെ മക്കള് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നു. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പരീക്ഷാ വിജയത്തിന് വേണ്ടി നമുക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ ശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ മക്കള് തോൽക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ ദൈവത്തിന്റെ മക്കള്, ദൈവത്തിന്റെ അവകാശവും ദൈവത്തിന്റെ അഭിമാനവും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ കീർത്തിയുമാകണം. അതിന്റെ ഏറ്റവും വലിയ മേഖലയാണ് നമ്മുടെ മക്കൾ ഉന്നതമായ വിജയം കൈവരിക്കണം. അതിനുവേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവം നൽകുന്ന അതിസ്വാഭാവികമായ കൃപകള്, സ്വർഗത്തിന്റെ സഹായം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അതിസ്വാഭാവികമായ ഇടപെടലുകള് നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളോട് പറയണം അതുപോലെ പ്രാർത്ഥിക്കാം. ജോഷുവ 1:5 നമുക്കറിയാം, ദൈവം ജോഷുവയോട് പറയാണ്, യുവമായ ജോഷുവയുടെ കർത്താവ് പറയാ, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മക്കളെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിശക്തമായിട്ട് നമുക്ക് നൽകുന്നുണ്ട് ദൈവം. അത് അവകാശപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളും പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ദാനിയേൽ പുസ്തകത്തില് 4 യുവാക്കന്മാര്, ദാനിയേല്, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, ഈ 4 മക്കളും ദൈവത്തിന്റെ മക്കള്. അവർ ബാബിലോൺ പ്രവാസത്തിലാണ്. നമ്മുടെ പല മക്കളും വിദേശത്ത്, പല രാജ്യങ്ങളിൽ, പല സ്റ്റേറ്റുകളിൽ, പലയിടങ്ങളൊക്കെ പോയി പഠിക്കുന്നത്. അതുപോലെ ഈ മക്കൾ പ്രവാസത്തിലാണ്. അവരവിടെ ചെന്ന് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ നിയമത്തിന് വേണ്ടി തീരുമാനങ്ങളെടുത്ത്, ഭക്ഷണപാനീയങ്ങൾ വേണ്ട, വീഞ്ഞ്, മറ്റ് ലഹരി പാനീയങ്ങൾ വേണ്ട, അങ്ങനെ തീരുമാനമെടുത്തു. അവരുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് നമുക്കറിയാം മറ്റു കുറെ യുവാക്കന്മാരുണ്ട്. അവരൊക്കെ തിന്നു കുടിച്ച് നല്ല ആരോഗ്യവാന്മാരായിട്ട് കാണപ്പെടണം. അതിനുവേണ്ടി രാജാവ് പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. അവസാനം അവരോട് അനുകമ്പ തോന്നുവാനായിട്ട് ആ ഷണ്ടന്മാരുടെ നായകൻ ഇടയായി. അതിനുശേഷം ദൈവം ഇടയാക്കി, ഒക്കെ ദൈവം അനുകൂലമാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മള് 1-ാം അധ്യായത്തിന്റെ 17-ാം വചനം വായിക്കുന്നുണ്ട്. ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. കണ്ടോ, ദൈവം അവർക്ക് വലിയ അറിവ് നൽകി, ജ്ഞാനം നൽകി. അതിനുശേഷം ഇവർക്കൊരു പരീക്ഷ ഉണ്ടല്ലോ. ആ പരീക്ഷ സമയം നമുക്കറിയാം. 19-ാമത്തെ വചനം നമ്മളിവിടെ വായിക്കണം. എന്നാൽ ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരുമുണ്ടായില്ല. ഈ 4 മക്കൾക്ക് തുല്യരായിട്ട് ആ യുവാക്കന്മാരിൽ വേറെ ആരുമുണ്ടായില്ല. അവര് നല്ല ഭക്ഷണം കഴിച്ചു, നല്ല വീഞ്ഞ്, ലഹരിയൊക്കെ പാനീയങ്ങൾ കഴിച്ചു, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു ഭൗതികമായിട്ട്. പക്ഷേ ഈ 4 യുവാക്കന്മാർ അതൊന്നുമില്ലാതെ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചു. ആ 4 മക്കളുടെ കൂടെ ദൈവമുണ്ടായിരുന്നു. ദൈവം പ്രവർത്തിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവം ജ്ഞാനം നൽകി, ദൈവം അറിവ് നൽകി, ദൈവം വിജയം നൽകി, ആരോഗ്യം നൽകി, എല്ലാം നൽകി. അതുകൊണ്ട് അവർക്ക് തുല്യരായിട്ട് വേറെ ആരും അവിടെ ഉണ്ടായില്ല.
നമ്മുടെ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തി. നമുക്ക് ഈ ഒരു അഭിഷേകം, ഈ 4 യുവാക്കന്മാരില് ദൈവം നിറച്ചു കൊടുത്ത ആ വലിയ അഭിഷേകം, ആ വലിയ കൃപ, ആ വലിയ ജ്ഞാനം, ആ വലിയ അറിവ്, ആ വലിയ വിജയം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ 4 യുവാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ: സഹായിക്കും, പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. നമുക്ക് നമ്മുടെ പരീക്ഷയിൽ നിന്ന് എല്ലാ മക്കളെ സമർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവോട് പറയാം, മാമോദീസായിലൂടെ ഞങ്ങളുടെ മക്കളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പരീക്ഷയിൽ സഹായിക്കണമേ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കണമേ, പരീക്ഷയിൽ പഠിച്ച കാര്യങ്ങൾ അനുസ്മരിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ മറ്റ് ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത വിധത്തില് അവര് എല്ലാവരെക്കാളും ഉന്നതരാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് തുല്യരായിട്ട് ആരുമില്ലാത്ത രീതിയിൽ പരീക്ഷാ വിജയത്തില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി ഇന്റർവ്യൂകള്, ഒത്തിരി ടെസ്റ്റുകള്, ഒത്തിരിയേറെ പരീക്ഷകള് നമ്മുടെ മക്കൾ നേരിടുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, ഒരു മത്സരക്കളമാണ്, ഒരു കോമ്പറ്റേറ്റീവ് വേൾഡാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മേഖല, പഠന മേഖല, ഭാവി ജീവിതം. ഈ മത്സരത്തില് നമ്മുടെ മക്കള് മറ്റാർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മക്കളെ പോലെ ശക്തിയുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള ഒരു വ്യക്തിയും ഉണ്ടാകാത്ത രീതിയിൽ ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബൈബിളില് ദൈവത്തോട് ചേർന്ന് ജീവിച്ച എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ചത് അതുപോലെയാണ്. ബാലനായ സാമുവേൽ, കേവലം ബാലനായ ദാനിയേൽ, ഈ 4 യുവാക്കന്മാര്, ജെറമിയ, അവരൊക്കെ പറഞ്ഞ ബാലനാണ്, കഴിവില്ല, ഞാൻ കൂടെയുണ്ട്. ദൈവം അങ്ങനെയാണ് തന്റെ മക്കളെ നയിക്കുന്നതും വിജയിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും. ഈ അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്, നമ്മുടെ മക്കൾ നിസാരരല്ല, ദൈവ കൂടെയുള്ള മക്കളാണ്, പരിശുദ്ധാത്മാവിന് സാന്നിധ്യമുള്ള മക്കളാണ്. അതിന്റെ ഫലങ്ങൾ ഞങ്ങളുടെ മക്കളിൽ പ്രകടമാക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലത്താൽ ഞങ്ങളുടെ മക്കൾ വിജയിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യാനുസന്നതിയിൽ നമ്മുടെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പരീക്ഷാ വിജയത്തിനു വേണ്ടി നല്ലപോലെ പഠിച്ച് പരീക്ഷ എഴുതി ഉന്നത വിജയം, നിസാരമല്ല, ഉന്നത വിജയം നമ്മുടെ മക്കൾ പ്രാപിക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ കരങ്ങൾ ഉയർത്തി എളിമയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമ്മുടെ കർത്താവിന്റെ കരബലം പ്രകടമാകാൻ, കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മക്കൾ നയിക്കപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം ഒരുമയോടെ സമർപ്പിക്കുന്നു. പ്രത്യേകം കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ഇപ്പോൾ പ്രത്യേകിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ് അവർ ഓരോരുത്തരും. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. അങ്ങയുടെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സഹായവും പഠിപ്പിക്കലും അനുസ്മരിപ്പിക്കലും ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കണം. പേടിച്ചിരിക്കുന്ന മക്കളുണ്ട്, പഠിച്ചിട്ട് തലേ കയറാത്ത മക്കളുണ്ട്, ഒത്തിരിയേറെ നിരാശപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട്, പലവട്ടം പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയ മക്കള്, 6, 7, 8, 10, 15 പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾ. കർത്താവ്, ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ മക്കൾ തോൽക്കാൻ പാടില്ല. അങ്ങ് പറഞ്ഞില്ല ജോഷുവായോട്, നിരാശക്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ മോശയോടെ കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ മക്കളെ ഈ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കണം. ഒത്തിരി ഇന്റർവ്യൂകൾ, ഒത്തിരി പരീക്ഷകൾ, പ്രത്യേകിച്ചും ഇന്ന് എക്സാം എഴുതുന്ന എല്ലാ മക്കളെയും പ്രതിസമർപ്പിക്കുന്നു.
കർത്താവേ, വലിയ അഭിഷേകം ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ നിയന്ത്രണം. അവരുടെ വിഷയങ്ങള്, അവർ പഠിച്ച കാര്യങ്ങള് ഓർമ്മപ്പെടുത്തി അനുസ്മരിപ്പിച്ച് ഞങ്ങളുടെ മക്കള് വിജയം വരിക്കട്ടെ. ദാനീലിനെ പോലെ, ശദ്രാക്ക്, മെഷക്ക്, അബേദ്നെഗോ, ആ 4 യുവാക്കന്മാരെ പോലെ, അവരെ പോലെ തുല്യരായി ആരും ഉണ്ടായില്ലല്ലോ കർത്താവേ. അങ്ങ് അനുഗ്രഹിച്ചപ്പോ, അങ്ങ് ബലപ്പെടുത്തിയപ്പോ, അങ്ങ് ശക്തിപ്പെടുത്തിയപ്പോ ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്വർഗത്തിലെ സഹായം, അതിസ്വാഭാവികമായ കൃപകള്, പഠന മേഖലയില്, വിദ്യാഭ്യാസ മേഖലയില്, അവരുടെ പരീക്ഷയില്, ഇന്റർവ്യൂവില് എല്ലാം നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾ നിരാശപ്പെടാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, തോൽക്കാൻ പാടില്ല. കാരണം ഞങ്ങളുടെ മക്കളല്ല, അങ്ങയുടെ മക്കളാ. അങ്ങ് ദാനമായി ഞങ്ങൾക്ക് തന്ന മക്കളാ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ നിരാശപ്പെടാൻ ഇടയാക്കരുതേ. അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തി ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ അഭിമാനമായിട്ട്, അങ്ങയുടെ മഹത്വമായിട്ട്, അങ്ങയുടെ കീർത്തിയായിട്ട്, അങ്ങയുടെ അവകാശമായിട്ട് അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ നന്മ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ശക്തി പ്രകടമാക്കുന്നവരായി തീരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പരീക്ഷാ വിജയത്തിനായിട്ട് എല്ലാ മക്കളെയും ദൈവികാന്റെ ഹൃദയത്തിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയെ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ സമയത്ത്, ആശീർവാദ സമയത്ത് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ ജീവന സമൃദ്ധി, സാന്നിധ്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം സ്വീകരിച്ച് പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ധൈര്യം നൽകണമേ, ശക്തിപ്പെടുത്തണമേ, സ്വർഗത്തിന്റെ സഹായവും സംരക്ഷണവും നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കട്ടെ. ആമേൻ.